ഗൗരി ചേച്ചി കരയുന്നോ? എന്താ എന്താ എന്റെ ഗൗരിക്കുട്ടി കരയുന്നത്? അതെന്തു പറ്റി? ഞാൻ ദേ ഈ 2 പിള്ളേരുമായിട്ട് രാവിലെ അമ്പലത്തിൽ പോയതാ ഏട്ടാ. വന്നപ്പോ അമ്മ പറയുന്നു രുക്മിണി പിള്ളേരുമൊക്കെ ആയിട്ട് ഡ്രസ്സ് എടുക്കാൻ പോയിന്ന്. അപ്പൊ തുടങ്ങിയ കരച്ചില. ഒന്ന് പറഞ്ഞൊന്ന് കൊടുക്ക്. ആ അവളുടെ ആശയല്ലേ, നീ വാ, നമുക്ക് കവലയിൽ ആ കടയിലൊന്ന് പോയിട്ട് വരാം. ഇപ്പോഴോ ഏട്ടാ? നീ വാ. ഹോളിയുടെ കളേഴ്സ് ഉണ്ട്, ഡ്രസ്സസ് ഉണ്ട്, കുട്ടികൾക്കും വലിയവർക്കും വേണ്ടിയിട്ടുള്ള എല്ലാ ഡ്രസ്സും ഉണ്ട്. ഏതാ മേഡം വേണ്ടത്? ഹായ്, ഇത് കൊള്ളാം അല്ലേ ഏട്ടാ? ആ ഇതെന്താ വില? അതിന് 1500 രൂപ ചേച്ചി. അപ്പുറത്ത് ആ സാരിക്ക് എന്ത് വിലയാ? അത് 1000. ഈ സാരിയാണോ ഏട്ടാ? ആ അത് തന്നെ. കൊള്ളാല്ലേ ഈ സാരി? നന്നായിട്ടുണ്ട്, എനിക്കിത് ഇഷ്ടായി ഏട്ടാ. ആ എന്നാ ആ സാരി നീ എടുത്തോ. ദേ ഈ സാരി പാക്ക് ചെയ്തോളൂ. ശരി ചേച്ചി. ഗോൾഡൻ ഷെയ്ഡ് ഫ്ലവേഴ്സ് ഉള്ള കുർത്തി, ഇത് അച്ഛന് നല്ല രസമായിരിക്കും അച്ഛാ. അച്ഛൻ ഇത് എടുക്ക്. അച്ഛൻ അത് ഇടില്ല മോളെ. ഈ കളേഴ്സ് പൗഡർക്ക് എന്താ ആന്റി വില? എല്ലാ കളറും 120 രൂപയാ. ഈ സാരി എന്ത് വിലയാ? അത് 1200. ഇതോ? അത് 1100. ഈ സാരിക്കോ? അത് 1300. ഇത് തന്നെയല്ലേ നമ്മളിപ്പോ എടുത്തത്? അത് ശരിയാ, അതവിടെ ഇരിക്കട്ടെ. ഏട്ടത് ഇതെങ്ങനെയുണ്ട്? ഗൗരിമോക്ക് പട്ടുപാവാട തയ്ച്ചിട്ട് കൊടുക്കാം. അപ്പുറത്തുള്ളത് നോക്ക്. ഇതോ? അതല്ല, അതിന്റെ അപ്പുറത്ത്. ഇതാണോ? ഇത് കൊള്ളാല്ലേ, ഗൗരിക്ക് പട്ടുപാവാട അയച്ച് നന്നായിരിക്കും. ഇതെന്ത് വിലയാ? 800 രൂപ ചേച്ചി. ദേ ഇതും കൂടെ പാക്ക് ചെയ്തോളൂ. ഈ കണ്ണാടി എനിക്ക് വാങ്ങി തച്ച പ്ലീസ് അച്ഛാ, നല്ല രസമുണ്ട്. അച്ഛാ ഈ കണ്ണാടി ഞാൻ എടുത്തോട്ടെ? ആ എടുത്തോ എടുത്തോ. എനിക്ക് മേടിച്ച അമ്മേ, പ്ലീസ് അമ്മേ, പ്ലീസ് അമ്മേ. എന്തിനാ മോളെ ഈ ഇടയ്ക്കല്ലേ ഷൂ അടിച്ചത്? പ്ലീസ് അമ്മേ, ഷൂ കാണാൻ നല്ല രസമുണ്ട് അച്ഛാ. അച്ഛാ അച്ഛാ ഈ ഷൂ ഞാൻ എടുത്തോണ്ട് അച്ഛാ, പ്ലീസ് അച്ഛാ, പ്ലീസ് അച്ഛാ. ആ എടുത്തോ. ഈ ഷൂ കൊള്ളാം, ഈ ഷൂ കൂടെ എടുത്തോട്ടെ അച്ഛാ. വേണ്ട വേണ്ട, എല്ലാം കൂടെ എന്തിനാ? ആ ഒരെണ്ണം എടുക്ക്. അച്ഛാ ഈ തൊപ്പി എനിക്ക് മേടിച്ച അച്ഛാ, പ്ലീസ് അച്ഛാ, പ്ലീസ് അച്ഛാ, പ്ലീസ് അച്ഛാ. ആ അതും കൂടെ പാക്ക് ചെയ്തു. കൊലുസാ മോളെ. അമ്മ 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 ഈ കൊലുസും കൂടെ എനിക്ക് മേടിച്ച അമ്മ, നല്ല രസമുണ്ട് അമ്മേ, അടിപൊളി അമ്മേ, എനിക്കിട്ടാ നന്നായിരിക്കും. അതിനത് നിനക്ക് ചേരൂല ഗൗരി, അത് വലിയവരെ കൊലുസല്ലേ. അതൊന്നും സാരമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ടോളാം. അങ്ങനൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, നീ അവിടെ വെക്ക്. ഏട്ടത് ഈ ഷർട്ട് ഇത് നന്നായിട്ടുണ്ട്, ഏട്ടന് നന്നായിട്ട് ചേരും. എവിടെ? ഇതെന്താ വിലയാ? 550 രൂപ സാർ. ഇതും കൂടെ പാക്ക് ചെയ്തോളൂ. ഓക്കെ ചേച്ചി. അത് കളർ ഗണ്ണാ മോളെ. ഇതിനകത്ത് കളർ ചേർത്തിട്ട് നമുക്ക് റീകോയിൽ ചെയ്യാം. ദേ ഈ ഹോളിലൂടെ ആ കളർ വരിക. ആ അതും കൂടെ എടുത്തോ. എത്രയായി? 2800. ഏട്ടാ ആ ഇതാ കാശ്.
ഒന്ന് ക്ലീൻ ആക്കുന്നതിനെ പറ്റി നമുക്കൊന്ന് ചിന്തിച്ചൂടെ? നമുക്കെല്ലാം ഫുൾ ഒന്ന് ക്ലീൻ അപ്പ് ചെയ്യാം. എന്തായാലും നിങ്ങളുടെ കൂടെ തല്ല് മേടിക്കാൻ ഞാനല്ല ഇതൊന്നും ചെയ്തത്. അമ്പടി പ്ലീസ്, ഞങ്ങൾക്ക് തല്ല് കിട്ടി, എന്തായാലും നിനക്ക് തല്ല് കിട്ടും ഉണ്ണിക്കുട്ടാ. എല്ലാരും കൂടി ഇങ്ങനെ തല്ല് പിടിക്കാതിരിക്കുക. നമുക്കെല്ലാം ഇവിടെ ഓരോരുത്തർക്ക് ഓരോ ക്ലീൻ ചെയ്യാം. ഞാൻ ഈ സൈഡ് ക്ലീൻ ചെയ്യാം, നിങ്ങൾ ഓരോരുത്തർ ഓരോ സൈഡ് ക്ലീൻ ചെയ്യും. ശിവ പറഞ്ഞത് റൈറ്റ് ആണ്. നമ്മുടെ ക്ലാസ് റൂം ക്ലീൻലിനെസ് ആൻഡ് ടൈഡിനെസ് ആയി സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. കമോൺ, നമുക്ക് ഒതുക്കാം. ഞാൻ ഈ സൈഡൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക. ഒരു ചൂല ഉണ്ടായിരുന്നേ കൊള്ളായിരുന്നു, നമുക്ക് ഇവിടേക്ക് ഇങ്ങനെ തൂത്തുകൊണ്ട് പോവാമായിരുന്നു. എനിക്ക് നല്ല മാർക്ക് കിട്ടിയ ബുക്കാ. അല്ല, ഇത് നമ്മുടെ മാമിന്റെ ബാഗ് അല്ലേ? ഇവിടെയൊക്കെ കുറെ ബുക്സ് കിടപ്പുണ്ടല്ലോ. ഈ ബുക്സ് ഒക്കെ ആരെയാന്ന് അറിഞ്ഞില്ലല്ലോ. ആ, ഇതിന്റെ അകത്ത് നോക്കാം, പേര് കാണൂലോ. ഇത് ഫുള്ള് ഫ്രീ ബുക്ക് ആണല്ലോ, പേരൊന്നും എഴുതിയിട്ടില്ല. അപ്പൊ ഇത് മിസ്സിന്റെ ബുക്ക് ആയിരിക്കും. ഈ ടേബിളിൽ വെക്കാം. ആ, ഈ ടേബിളിൽ കുറെ എല്ലാം താഴെ വീണ്. ഉണ്ണിക്കുട്ട, ആ ബുക്ക് എടുക്ക്, അങ്ങോട്ട് എടുക്ക്. ഞാനിവിടെ ആകെ ടയേർഡായി. അതിന് നീ ഒന്നും ചെയ്തില്ലല്ലോ ഉണ്ണിക്കുട്ട. എന്തായാലും കൊള്ളാം. ഞാൻ ആരും പറഞ്ഞ് ചെയ്യുന്നില്ലെന്ന്. ഞാൻ ഈ ടേബിൾ ഒതുക്കാൻ നിൽക്കുക, ടേബിൾ ഒതുക്കാൻ പോവുക ഞാൻ. ഏയ് ചിൽഡ്രൻസ്, എല്ലാരും ഇങ്ങോട്ട് നോക്കേ. എന്റെ ഐഡിയ ഉണ്ടോ? കണ്ടോ? എല്ലാ പൊടിയും പോയത് കണ്ടോ? അയ്യോ, എന്നെ പിടിച്ചോണ്ട് അയ്യോ, എന്റെ ഉണ്ണിക്കുട്ട, നീ എന്തോ ഈ കാണിക്കുന്ന? ഇപ്പൊ പോയി വീണേനെ. അയ്യോ, താങ്ക്സ് അട ശിവക്കുട്ട. ഇപ്പൊ പോയി ഇങ്ങനാണോടാ നീ രക്ഷിക്കുന്നത്? ഒന്നുകൂടെ വന്ന് വീണല്ലോ. ശിവ, ഉണ്ണിക്കുട്ട, നിങ്ങൾ അവിടെ കളിച്ചോണ്ട് നിൽക്കാതെ ഇവിടേക്കൊന്ന് വന്ന് ഒതുക്കോ. ഇപ്പൊ വരും മിസ്. ഈ ടേബിൾ നീക്കാൻ എന്ത് പാടാ. കസേര പൊടി ഒരുപാട്, എല്ലായിടും പൊടി അഴുക്കൊക്കെ ആണ്. ഇനി ഈ ബോർഡ് എടുത്ത് വെക്കണം. ബോർഡ് ഒടിഞ്ഞു കിടക്കുകയാണല്ലോ. ഈ ബോർഡ് എങ്ങനെ ഇനിയൊന്ന് ഫിറ്റ് ചെയ്യുന്ന? ഞാനും കൂടെ ഹെൽപ്പാം. അശ്വതി, നമുക്ക് ആദ്യം ഇതെടുത്ത് നൂത്ത് വെക്കാം. നമുക്ക് ഒന്ന് ബോർഡൊന്ന് ഫിറ്റ് ചെയ്യാൻ നോക്കാം. ഒടിഞ്ഞ ബോർഡ്, അതൊരു ഐഡിയ അല്ലേ? ഇത് ശരിയാവുന്നില്ല. ഇന്ന് മാമിന്റെ നമുക്ക് നല്ല തല്ല് കിട്ടും ഗൗരി. നീ ഒന്ന് പേടിക്കാതിരിക്കണ്ട അശ്വതി. ഞാൻ ഇതിപ്പോ ഫിറ്റ് ചെയ്ത് തരാം. വൗ, സൂപ്പർ, നമ്മുടെ ബോർഡ് ശരിയായി. ഇനി എല്ലാ ബാഗൊക്കെ എടുത്ത്, എല്ലാരും ബാഗ് എടുത്ത് ആ സൈഡിലോട്ട് വെക്ക്. ഇവിടെ എല്ലാം തൂക്കാൻ വേണ്ടിട്ട് പോവാ. ശിവ ഇവിടെ എന്താ ചെയ്യുന്നേ? അയ്യോ, ഞാനൊന്ന് വീണതിന്റെ ക്ഷീണം ഒന്ന് മാറ്റിയതാ. ഞാൻ എടുത്ത് വെക്കാം. ഞാൻ ഇവിടൊക്കെ തൂക്കുക. ആരെങ്കിലും ബാഗ് എല്ലാം കൂടെ എടുത്ത് ഒരു സൈഡിലോട്ട് വെക്കുക, അല്ലെങ്കിൽ ബാഗും കൂടെ തൂത്തോണ്ട് പോവേ. അയ്യോ, ബാഗ് തൂത്തോണ്ട് പോവല്ലേ, ഞാൻ മാറ്റാം. ഈ ചെയറൊക്കെ ആരെങ്കിലും ഒന്ന് എടുത്ത് മാറ്റി. ഞാൻ ഇങ്ങോട്ട് എടുത്ത് വെക്കാം. ഓരോരുത്തരും ഓരോ ചെയർ എടുത്തോണ്ട് വാ പിള്ളേരെ. അയ്യോ, ഇത് മിസ്സിന്റെ പേനയല്ലേ? യെസ്, ഇത് മിസ്സിന്റെ പേനയാ, റെഡ് പെൻ. അതെടുത്ത് മാറ്റി വെക്ക്. നമുക്ക് ആദ്യം ഒരു സൈഡിലെല്ലാം കൂടെ എടുത്ത് മാറ്റി വെക്കാം, എന്നിട്ട് ലാസ്റ്റ് നമുക്ക് ഇങ്ങോട്ടെടുത്ത് വെക്കാലോ. റൈറ്റ്. ഇനി നമുക്ക് ഈ ബുക്സ് ഒക്കെ എടുത്തിട്ട്, അയ്യോ, ഇത് പെൻസില്, എന്തൊക്കെ ഐറ്റമായി ഇവിടെ കിടക്കുന്നത്. ഗൗരി, ആ സൈഡിൽ നിന്ന് തൂത്തോണ്ട് വാ. ഞാൻ ഈ സൈഡിൽ നിന്ന് തൂക്കുക. നിങ്ങൾ രണ്ടുപേരും അതിന്റെ ഡെസ്കിന്റെ മേളിൽ കയറി ഇരിക്കാതെ ഓരോന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ഞാൻ ഇവിടെ കസേരയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിടുക. കസേര ഗൗരി, ആ സൈഡിൽ കിടക്കുന്ന കസേരയും കൂടെ ഒന്ന് എടുക്കൂ ഗൗരി. ഞാൻ എടുക്കാം. ഹേ ലസ, അയ്യോ, ഈ കസേര കുരുങ്ങി. അയ്യോ, ആരെങ്കിലും എന്നെ രക്ഷിക്ക്. കസേരക്കകത്ത് കേറിപ്പോയി ഞാൻ. അമ്മേ, അയ്യോ, രക്ഷപ്പെട്ടു. ഇത്ര ചിരിക്കാൻ എന്താ ശിവ? നിങ്ങൾ അങ്ങോട്ട് മാറി പിള്ളേരെ, എന്തൊരു വെയിറ്റ് നിങ്ങൾക്ക്. ഒന്ന് നീക്ക് ഗൗരി, നീക്ക്. ഉണ്ണിക്കുട്ടാ, നീ അവിടെ കിടന്ന് റെസ്റ്റ് എടുക്കുകയാണോ? അത് ഞാനൊന്ന് വീണില്ലേ, അതിന്റെ ക്ഷീണം ഒന്ന് മാറ്റിയതാ ഗൗരി. ഞാൻ ഇവിടൊക്കെ വൃത്തിയാക്കുക. ഞാനിവിടെ എല്ലാം ക്ലീൻ ആക്കി തരാം. ഇപ്പൊ ക്ലീൻ ആക്കി തരാം. ഇനി നമുക്ക് ചൂല് വെച്ചിട്ട് തൂക്കാം, എന്നാലേ നമുക്ക് നന്നായിട്ട് ഇവിടൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്തോ ഒരു പൊടിയഴുക്കല്ലേ ശിവ? അതെ, ആരെങ്കിലും ആ ബോർഡ് ഒന്നെടുത്ത് മാറ്റുമോ? ബോർഡ് മാറ്റിയാലേ നമുക്ക് അവിടെ ഇങ്ങനെ തൂത്ത് ക്ലീൻ ആക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ മാറ്റിത്തരാം. ഞങ്ങൾ എല്ലാവരും കൂടെ മാറ്റിത്തരാം. ഇനി നമുക്ക് ബോർഡ് എടുത്ത് ഈ സൈഡിൽ വെക്കാം. എന്നിട്ട് നമ്മുടെ മിസ്സിന്റെ ടേബിൾ ഇവിടെ എടുത്തിട്ട് കൊടുക്കാം. ഇനി ചെയർ എടുത്തിട്ട് ഇവിടെ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി
ഉണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചെയറൊക്കെ അടുക്കി ഇടണ്ടേ. നമ്മുടെ ചെയർ എല്ലാം കൂടി ഈ ഒരു സൈഡിൽ ഫുൾ ആയിട്ട് നമുക്ക് ഇതുപോലെ അടുക്കി വെക്കാം. ഇനി നമ്മുടെ മിസ്സിന്റെ ടേബിളിൽ എല്ലാ ഐറ്റംസും എടുത്ത് വെച്ച് കൊടുക്കാം. നമ്മുടെ മിസ്സിന്റെ ബുക്സ്, ടെക്സ്റ്റ് ബുക്ക്, ഇത് നമ്മുടെ ഈ ക്ലാസ് റൂമിൽ ഇരുന്ന ബാഗ്സ്, നമ്മുടെ ബാഗ്സ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പെൻസിൽ 2 ആരെയാണെന്ന് അറിയത്തില്ല, അതുകൊണ്ട് നമുക്ക് ടേബിളിൽ വെക്കാം. പിന്നെ ഒരു ട്രോഫി അതും എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ക്ലാസ് ക്ലീൻ ആൻഡ് ക്ലിയർ. അതെ, ഒന്ന് വേഗം വരണേ. എവിടെയാ മിസ്സേ വൃത്തിയാക്കേണ്ടത്? ഈ ക്ലാസ് റൂം വൃത്തിയാക്കേണ്ടത്. 2 ദിവസം മുമ്പ് ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ആ ഫംഗ്ഷനിൽ ക്ലാസ് റൂം മൊത്തം വൃത്തികേടായി. നന്നായിട്ടൊന്ന് വൃത്തിയാക്കണം കേട്ടോ. അതിന് ഈ ക്ലാസ് റൂമിൽ വൃത്തികേടൊന്നും കാണുന്നില്ലല്ലോ. ഈ ക്ലാസ് എങ്ങനെ ഇത്രയും ക്ലീൻ ആയത്? ഇങ്ങനെയല്ലായിരുന്നല്ലേ ക്ലാസ് റൂം കിടന്നത്? അതെ, ഞാൻ നിൽക്കണോ പോണോ? അത് സോറി കേട്ടോ. ക്ലാസ് റൂം ആരാ വൃത്തിയാക്കിയെന്ന് അറിയാൻ വയ്യ. നിങ്ങൾ പോയിക്കോളൂ. ചുമ്മാ മനുഷ്യനെ മെനക്കെടുത്താൻ. കുട്ടികളെ, ആരാ ഈ ക്ലാസ് ഇങ്ങനെ വൃത്തിയാക്കിയത്? മിസ്സേ. മിസ്സേ, ഞങ്ങളെ ഇവിടെ എല്ലാം വൃത്തിയാക്കിയത്. ഞങ്ങൾ വന്നപ്പോ ഇവിടെ എല്ലാം വൃത്തികേടായി കിടക്കായിരുന്നു മിസ്സേ. അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടെ ഒത്തുപിടിച്ച് ഇവിടെ എല്ലാം വൃത്തിയാക്കി. എങ്ങനെയുണ്ട് മിസ്സേ? ഞങ്ങൾ ഇവിടെ എല്ലാം ക്ലീൻ ആക്കിയ ഞാനാ മെയിൻ ആയിട്ട് നിന്നത്. ഗൗരി മാത്രമല്ല, ഞങ്ങളും ഉണ്ടായിരുന്നു മിസ്സേ. ഞങ്ങൾ എല്ലാരും കൂടിയാണ് എല്ലാം ഒതുക്കി പറക്കി വൃത്തിയാക്കി ഇതുപോലെ ക്ലീൻ ആക്കി ഈ ക്ലാസ് റൂം ഇട്ടത്. വെരി ഗുഡ് ചിൽഡ്രൻസ്. കുട്ടികളായ ഇങ്ങനെ വേണം. എല്ലായിടവും വൃത്തിയായി സൂക്ഷിക്കണം. നല്ല കുട്ടികൾ. വീടാണെങ്കിലും ഇതുപോലെ ക്ലാസ് റൂം ആണെങ്കിലും എല്ലാം ഇതുപോലെ നീറ്റായിട്ട് ക്ലീൻ ആയിട്ട് സൂക്ഷിക്കണം കേട്ടോ. ഓക്കെ മിസ്. മിടുക്കികളും മിടുക്കന്മാരും. നമുക്കൊരു കാര്യം ചെയ്യാം. ഇന്ന് നമുക്കൊരു പാട്ട് മത്സരം വെക്കാം. ആരൊക്കെയാ പാടാൻ വരുന്നേ? മിസ്, ഞാൻ. ഓക്കെ, വാ. ആദ്യം ഗൗരി എന്നെ വന്നൊരു പാട്ട് പാട്. കേട്ടാലും നമുക്ക് മതിയാവില്ല അല്ലേ കൂട്ടുകാരെ? അതുപോലെ ഒരു പാട്ടാണ് പഞ്ചാര കുഞ്ച്. ആ പാട്ടാണ് ശിവ നമുക്ക് വേണ്ടി ഇന്ന് പാടിത്തരാൻ പോകുന്നത്. ശിവ, come on. കുഞ്ചിയമ്മയ്ക്ക് 5 മക്കളാണ്. 5ആമൻ പഞ്ചാര കുഞ്ചുവാണ്. പഞ്ചാര വിറ്റ് നടന്ന് കുഞ്ചു. പഞ്ചാര കുഞ്ചു വന്നു പേര് വന്നു. വഞ്ചിയിൽ പഞ്ചാര സഞ്ചി വെച്ചു. തുഞ്ചത്തിരുന്നു തുഴഞ്ഞു കുഞ്ചു. ഇഞ്ചി കടിച്ചു രസിച്ചു കുഞ്ചു. വഞ്ചിയിൽ പഞ്ചാര സഞ്ചി വെച്ചു. തുഞ്ചത്തിരുന്നു തുഴഞ്ഞു കുഞ്ചു. ഇഞ്ചി കടിച്ചു രസിച്ചു കുഞ്ചു. ഗൗരി, ഇന്ന് നമുക്ക് ഫസ്റ്റ് കിട്ടണം ഗൗരി. നമുക്ക് ഡ്രോയിങ്ങില് എനിക്ക് എന്തായാലും നമുക്ക് ഇതുപോലെ അടിപൊളിയായിട്ട് നമുക്ക് ഇനി ഇതിൽ കളർ ചെയ്യാം ഗൗരി. ഗ്രീൻ കളർ അടിച്ചാ പോരെ? ആദ്യം നമുക്ക് ചെയറെല്ലാം ഇതുപോലെ അറേഞ്ച് ചെയ്ത് ഇടണം. എല്ലാവർക്കും ഇരിക്കണ്ടേ? ഒരുപാട് കളേഴ്സ് ഉണ്ട്. ഗ്രീൻ ഉണ്ട്, യെല്ലോ ഉണ്ട്. അപ്പൊ ഈ കളേഴ്സിലെ ചെയർസ് ഒക്കെ നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി ഇതാണ് ബോർഡ്. നമ്മുടെ എല്ലാവരും സ്കൂളിലും ബോർഡില്ലേ? ആ ബോർഡ് വെച്ച് കൊടുക്കാം. ഇത് നമ്മുടെ ടീച്ചേഴ്സിന്റെ ടേബിൾ. ഇതെന്താന്നറിയോ? ട്രോഫി. ഇതെന്താന്നറിയോ? ഗ്ലോബ്. പിന്നെ ഇതൊരു ബുക്ക്. കണ്ടോ, വൈറ്റ് കളറിലെ പേപ്പേഴ്സ് ഒക്കെ ഉള്ള ബുക്ക്. പിന്നെ ഒരു വലിയ ബുക്ക്, ഇതിലും വൈറ്റ് പേപ്പേഴ്സ് ഉള്ള ബുക്ക്. അതെല്ലാം നമുക്ക് വെച്ച് കൊടുക്കാം. ഓക്കെ, നമ്മുടെ സ്കൂള് സെറ്റ്. ചിൽഡ്രൻസ്, ഇന്ന് നമുക്ക് ഡ്രോയിങ് കോമ്പറ്റീഷൻ ആണ്. അപ്പൊ എല്ലാരും റെഡിയാണോ? ഓക്കെ, ഗുഡ് ഗേൾസ് ആൻഡ് ബോയ്സ്. നിങ്ങൾക്ക് ഡ്രോയിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പെയിൻസ്, ബ്രഷ്, എല്ലാ സാധനങ്ങളും ഇവിടെ വച്ചിട്ടുണ്ട്. ആവശ്യത്തിനനുസരിച്ചിട്ട് എടുത്ത് പെയിന്റ് ചെയ്യാം കേട്ടോ. ഹായ് മിസ്, നല്ല അടിപൊളി പൗ
പെൻസിലിന്റെ ഷേപ്പുള്ള ഈ പൗച്ച് ഇഷ്ടപ്പെട്ട കൂട്ടുകാർ വേഗം ഒന്ന് ലൈക്ക് ചെയ്തേ, ഒന്ന് നോക്കട്ടെ. ശിവ കമോൺ, നമുക്ക് ഡ്രോയിങ് ചെയ്യാൻ വേണ്ടിട്ട് തുടങ്ങാം, എന്നാലും നമുക്ക് ഫസ്റ്റ് കിട്ടും. ആ ശരിയാ ഗൗരി, നമുക്ക് തുടങ്ങാം, സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഈ ബ്ലാക്ക് മാർക്കർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഡ്രോയിങ് ചെയ്യാം. നമുക്ക് കുട്ടികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സാധനമാണ് ഐസ്ക്രീം. നമുക്ക് ഐസ്ക്രീം വരച്ചാലോ ഗൗരി? ഐസ്ക്രീം എനിക്ക് ഇഷ്ടം. ഐസ്ക്രീം ഇഷ്ടപ്പെട്ട കൂട്ടുകാരെ വേഗം വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്ത് നോക്കട്ടെ. ആദ്യം നമുക്ക് ഐസ്ക്രീമിന് വേണ്ടിയിട്ട് ഇതുപോലെ കോണിച്ച് വരയ്ക്കണം. എന്നിട്ട് ഇങ്ങനെ ഓവൽ ഷേപ്പിൽ ഇതുപോലെ വരച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിന്റെ താഴെ ഒരു കോൺ വേണ്ടേ, അത് വരച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഈ താഴെ ഇങ്ങനെ ഒരു ലൈൻസ് വരച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് തണ്ണിമത്തൻ ഐസ്ക്രീം. അടുത്ത ഐസ്ക്രീം ഞാൻ വരയ്ക്കാം. ഇതുപോലെ കോണിച്ച് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ക്രീം പോലെ വരച്ചു കൊടുക്കണം. ഇതുപോലെ ഫസ്റ്റ് ലെയർ, സെക്കൻഡ് ലെയർ, തേർഡ് ലെയർ, ഫോർത്ത് ലെയർ. നല്ല രസമുണ്ട് ശിവ, അടിപൊളി ഐസ്ക്രീം. നല്ല രസമുണ്ട്. അപ്പൊ നമുക്ക് ഐസ്ക്രീം ഒക്കെ ഇതുപോലെ വരയ്ക്കാറുന്നല്ലേ. പിന്നെ അല്ലാതെ ഇനി നമുക്ക് കമ്പൈസ് വരയ്ക്കാം. നമുക്ക് ഇതിലെ കൂടെ ഐസ് മാമ നമ്മുടെ വണ്ടി കൊണ്ടുപോലെ ഐസ് വരച്ചു കൊടുക്കാം. എന്നിട്ട് ഇനി നമുക്ക് ചോക്കോ ബാർ കൂടി വരയ്ക്കാം. ശിവ, എന്നാലും നീ ഇത്ര നല്ലതായിട്ട് വരയ്ക്കുന്നത് എങ്ങനെയാ? അത് നമ്മളിങ്ങനെ ഒരു വലുത് വരച്ചു കൊടുത്തിട്ട് ഇതുപോലെ അങ്ങ് വരച്ചാൽ മതി. കണ്ടാ, സിമ്പിൾ. ഇനി നമുക്ക് ഇതുപോലെ 2-3 ലൈൻസ് കൊടുത്താൽ അടിപൊളി ഐസ്ക്രീം ആയി. സൂപ്പർ ഐസ്ക്രീംസ്. ഇത് വാട്ടർമെലൺ അല്ലേ? അതെ, വാട്ടർമെലണിന് നമുക്ക് ഇതുപോലെ അതിന് സീഡ്സ് ഇല്ലേ, ബ്ലാക്ക് സീഡ്സ്, അത് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് കോൺ ഐസിന്റെ ഇതുപോലെയുള്ള ആ ഒരു ഷേപ്പും കൂടെ വരച്ചെടുക്കാം. ഇപ്പൊ അടിപൊളി ആയില്ലേ ഗൗരി? സൂപ്പർ ശിവ, അടിപൊളി. ഇനി ഇതിൽ ലൈൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കളർ ചെയ്ത് കൊടുക്കാം. ഈ കളറിന്റെ പേരാണ് ഓയിൽ പെയിന്റ്. ഓയിൽ പെയിന്റ് ആകുമ്പോഴത്തേക്ക് അടിപൊളിയായിട്ട് പെയിന്റ് ചെയ്യാം. സാധാരണ ക്രയോൺസ് ആകുമ്പോഴത്തേക്ക് ഇത്രയും അടിപൊളിയായിട്ട് വരത്തില്ല. ഇത് കണ്ട, സൂപ്പറായിട്ട് നല്ല കളറും ആണ്. നല്ല പോലെ നമുക്ക് ഇതുപോലെ അടിച്ചെടുക്കുകയും ചെയ്യാം കൊച്ചു പിള്ളേർക്ക്. ഇനി ബ്ലൂ കളർ അടിച്ചു കൊടുക്കണം. പിന്നെ നമുക്ക് റെഡ് കളർ അടിച്ചു കൊടുക്കാം. ലാസ്റ്റ് നമുക്ക് കമ്പില് യെല്ലോ കളർ അടിച്ചു കൊടുക്കാം. സൂപ്പർ ശിവ, നല്ല രസമുണ്ട്. ഇനി അടുത്ത എന്തുവാ? ഇനി നമുക്ക് ഈ ഐസ്ക്രീമിന്റെ കോണിൽ യെല്ലോ കളർ ഫുൾ അടിച്ചു കൊടുക്കാം. പിന്നെ നമുക്കൊരു പിങ്ക് കളർ ലൈറ്റ് ആയിട്ട് അടിച്ചു കൊടുക്കാം. അത് നമുക്ക് സ്ട്രോബെറി ഐസ്ക്രീം പോലെ എടുക്കാം. പിന്നെ ബ്ലൂ ഐസ്ക്രീം, ബ്ലൂബെറി ഐസ്ക്രീം ആയിട്ട് നമുക്ക് ഒരു ലെയറിൽ വെക്കാം. ഒരു ലെയറിൽ നമുക്ക് വീണ്ടും സ്ട്രോബെറി, പിന്നെ വീണ്ടും ബ്ലൂബെറി. അപ്പം 2 ഷേപ്പ് കളർ കിട്ടുമ്പോൾ നല്ല രസമല്ലേ ഗൗരി? അതെ, നല്ല ടേസ്റ്റാ 2 ഫ്ലേവറിലെ ഐസ്ക്രീം. ഇനി നമുക്ക് വാട്ടർമെലൺ ഐസ്ക്രീം. അതിന് നമുക്ക് ലാസ്റ്റ് ഗ്രീൻ കളറ് എങ്ങനെ നമുക്ക് ആക്കി കൊടുക്കാം. ഭംഗിയുള്ള ഐസ്ക്രീമിലേക്ക് കുറച്ചും കൂടി കളർഫുൾ ആക്കാൻ നമുക്ക് കുറച്ച് സ്റ്റാർസ് ഇട്ട് എടുക്കാം ഗൗരി. അപ്പൊ നല്ല രസമായിരിക്കും. ശരിയാ ശിവ, സ്റ്റാർസ് ഇതുപോലെ ഇട്ട് എടുക്കാം നമ്മുടെ ഐസ്ക്രീമില്. നല്ല രസമുണ്ട് ശിവ. ഇനി നമുക്ക് ഗോൾഡ് കൂടി ഇട്ടാലാ? ഗോൾഡും കൂടി ഇടാം. നല്ല ഭംഗി കൂടും. ഇതുപോലെ കുട്ടികളെ നിങ്ങൾ വീട്ടിൽ ഇതുപോലെ ഐസ്ക്രീം വരച്ചിട്ട് നോക്കണം കേട്ടോ, ഇങ്ങനെ നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയാവോന്ന്. വാവ്, സൂപ്പർ. എന്ത് ഭംഗിയായിട്ട് എല്ലാരും നല്ലതാണെങ്കിൽ പിക്ചർ വരച്ചേക്കുന്നത്. വാവ്, വളരെ നന്നായിട്ടുണ്ട് കുട്ടികളെ. എല്ലാവർക്കും ഫസ്റ്റ് പ്രൈസ് ഇതിന് ഞാൻ തരുവാ. കാരണം എത്രയും നന്നായിട്ട് എല്ലാവരും ചെയ്തിട്ടുണ്ട്. ഇതിനെല്ലാവർക്കും എൻ്റെ വക ട്രോഫി ഉണ്ട്. എന്നാ ശിവയ്ക്ക് ട്രോഫി ഉണ്ട്. താങ്ക് യു മിസ്. ഗൗരിക്ക് ട്രോഫി ഉണ്ട്. താങ്ക് യു മിസ്. എന്നാ മോനെ, താങ്ക് യു.